നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പച്ചയെയാണ്. അമേരിക്കൻ തദ്ദേശവാസിയായ ഒരു സസ്യമാണിത്. ആസ്ട്രേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ക്രോമോലീന ഒഡറേറ്റ എന്നാണ്. നമ്മുടെ സാധാരണ ഭാഷയിൽ ഇതിനെ മുറിപ്പച്ച, അപ്പ, കാട്ടപ്പ, പൂച്ചെടി എന്നൊക്കെ പറഞ്ഞു വരാറുണ്ട്. വളരെ തീക്ഷ്ണമായ ഒരു ഗന്ധമാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്കൃതത്തിൽ ഇതിനെ തീവ്രഗന്ധ എന്ന് പറയാറുണ്ട്. ദാരുഹരിദ്ര എന്നും ഇതിനെ നാമധേയം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റു സസ്യങ്ങൾക്ക് ഇട നിൽക്കാതെ കൂട്ടത്തോടു കൂടി വളരുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പച്ച കേരളത്തിൽ ഒരു അധിനിവേശ സസ്യമാണ്. പ്ലാന്റേഷനുകളിലും അതുപോലെ കൃഷിയിടങ്ങളിലും മറ്റു സസ്യങ്ങൾക്കൊരു വംശനാശ ഭീഷണി തന്നെ ഇത് സൃഷ്ടിക്കാറുണ്ട്. ഏകദേശം 1.5 മുതൽ 2.5 മീറ്റർ വരെ ഉയരത്തിലാണ് ഇത് വളരാറുള്ളത്. രോമാവൃതമായ ഇതിൻ്റെ ഇലകൾ താഴത്തെ ഭാഗത്ത് വലിപ്പമുള്ളതും അതിൻ്റെ അറ്റത്തോട്ടെത്തുമ്പോൾ ചെറിയ ഇലകളുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് സമുഖമായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നത്. ശാഖാഗ്രങ്ങളിൽ കൂട്ടത്തോടു കൂടിയിട്ടാണ് ഇതിൻ്റെ പൂക്കൾ കാണാറുള്ളത്. അത് വെളുത്ത നിറമാണ് ഇതിൻ്റെ പൂക്കൾക്കുള്ളത്. ഇതിൻ്റെ വിത്തിൽ ചെറിയ ചെറിയ നാരുകൾ കാണാൻ സാധിക്കും. ഈ നാരുകൾ കാറ്റിലൂടെ പരത്തിയാണ് ഇതിൻ്റെ പ്രജനനം നടക്കാറുള്ളത്. അതേസമയം നനവുള്ള മണ്ണിൽ ഒരു ചെറിയ തണ്ടു വീണാൽ പോലും അത് വളർന്നൊരു ചെടിയായി മാറാറുണ്ട്. സാധാരണയായി കുറ്റിച്ചെടിയായി വളരാറുള്ള ഈ കമ്മ്യൂണിസ്റ്റ് പച്ച വലിയ മരങ്ങളുടെ തണലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതിന് മുകളിൽ വള്ളിയായി പടർന്ന് കയറാറും ഉണ്ട്. മുറിവുകൾ ഉണങ്ങാൻ വേണ്ടിയും അതേപോലെ ചിക്കൻ ഗുനിയയ്ക്കും ഇത് ഉപയോഗിച്ചു വരാറുണ്ട്. ഇലയാണ് ഔഷധയോഗ്യമായ ഭാഗം. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗം ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പച്ച അത് ആരും ശ്രദ്ധിക്കാണ്ടങ്ങനെ ധാരാളമായിട്ട് വളരാൻ തുടങ്ങി ഇങ്ങനെ പടർന്ന് വരുന്ന ഒരു ചെടിയാണ്. പക്ഷെ അതിന് നല്ല അത്ഭുത ഫലസിദ്ധി ഉണ്ട്. അതിൻ്റെ സംസ്കൃതം പേര് ഉഗ്രഗന്ധ എന്ന് പറയും. ദാരിദ്ര്യഹരിത എന്ന്. ദാരിദ്ര്യഹരിത ഈ ദരിദ്രന്മാരുടെ ഔഷധം എന്നാണ് പറയുക. അതായത് ഒരു ചെലവില്ലാണ്ട് കിട്ടും. ഇഷ്ടംപോലെ ആരും ശ്രദ്ധിക്കില്ല, ആരും കൊണ്ടുപോകാത്തന്നെ. ഇതിന് നല്ല അത്ഭുതം. ഈ പാവപ്പെട്ടവന് ഉപയോഗിക്കാവുന്ന ഒരു ചെടിയായിട്ടാണ് പറയുക. ഏറ്റവും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം ഒന്ന് വേദന ശമിക്കും, 2 ഈ വ്രണത്തിന് അത് പഴുക്കാതിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന വ്രണം, ഒരാൾ വീണു സദ്യമായിട്ടുണ്ടാകുന്ന വ്രണത്തിൽ ഇതിൻ്റെ ആ നീര് പിഴിഞ്ഞിട്ട് ആ നീര് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ ടെറ്റനസ് എന്ന രോഗം ഉണ്ടാവില്ല. കാരണം അതിൻ്റെ ഈ അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവ് ഇതിനുണ്ടത്രേ. അതുപോലെ തന്നെ ആ മുറി പെട്ടെന്ന് ഉണങ്ങും ചെയ്യും, അത് പഴുക്കില്ല. പിന്നെ ഈ ശരീരം മുഴുവൻ വേദന, വാതരോഗത്തിൽ വേദന കൊണ്ട് നിൽക്കുന്ന കണ്ടീഷനിൽ ഇതിൻ്റെ കഷായം വെച്ച് മേലെ ഇങ്ങനെ ധാര ചെയ്ത് കഴിഞ്ഞാൽ വേദന നിൽക്കും. അതാണ് ഈ ഇടയ്ക്ക് ഈ ചിക്കൻ ഗുനിയ വന്നപ്പോൾ എല്ലാവരും ചിക്കൻ ഗുനിയ പനിയുണ്ട് വന്നു കഴിഞ്ഞാൽ മേലെ മുഴുവൻ ജോയിൻ്റൊക്കെ വീർത്ത് വേദന കൊണ്ട് നടക്കാൻ പറ്റാത്ത കണ്ടീഷൻ. അപ്പോൾ ഇത് ഒരാൾ ഇത് ബലം കൊണ്ടുകൂടി എല്ലാവരും ഈ കമ്മ്യൂണിസ്റ്റപ്പം കഷായം വെച്ചിങ്ങനെ മേലെ ഒഴുകാൻ. അയാൾ കമ്മ്യൂണിസ്റ്റപ്പം കംപ്ലീറ്റ് ക്ലീനായി നാട്ടിൽ വെക്കാം. കാരണം തൊടിയൊക്കെ ശുദ്ധി. കാരണം ഇതല്ല ഉപയോഗമാണ്. അതിന് 2 ഉപയോഗം ഇതിൻ്റെ വളരെ പ്രാധാന്യമുണ്ട്. പിന്നെ ഈ ഇതിൽ അറിയപ്പെടാത്തൊരു ബലശ്രുതി, ഈ മൂത്രത്തിലെ കല്ല് നീക്കാൻ ഇതിന് ഉപയോഗമുണ്ട്. കാരണം ഇതിൻ്റെ ഈ കമ്മ്യൂണിസ്റ്റ് അപ്പോൾ അതിൻ്റെ വേരും എടുത്തിട്ട് അത് കഷായം വയ്ക്കുക. അതിൽ കഷായം വെച്ച് ലേശം പാലും ചേർത്ത് തുടർച്ചയായിട്ട് അതിന് കഴിച്ചാൽ കല്ലുരുക്കി പോകും. അപ്പോൾ കല്ലുരുക്കി നല്ല ഇതിൻ്റെ പേര്, പക്ഷേ അങ്ങനെ ഒരു ഗുണം ഇതിനുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് അപ്പോൾ നമ്മൾ കണ്ട ആർക്കും വിലയില്ല, പക്ഷേ അത് നല്ല ഒരു അത്ഭുതമായ ഫലസിദ്ധിയുള്ള ഒരു ചെടിയാണ്. പാവങ്ങൾ ഒരു പൈസ ചെലവില്ലാണ്ട് രോഗം മാറ്റാനുള്ള ഒരു ചെടി. അതുകൊണ്ടാണ് ഈ ദാരിദ്ര്യഹരിത, ദരിദ്രന്മാർക്കുള്ള ഔഷധ ചെടി എന്ന അർത്ഥത്തിൽ ദാരിദ്ര്യഹരിത എന്ന് പറയുന്നത്. അതൊരു സയൻറ്റിഫിക് നെയിമല്ല. നമ്മൾ ഈ വൈദ്യമേഖലയിൽ സംസ്കൃതം അറിയുന്ന ആൾക്കാർ കൊടുത്തതിന് സംസ്കൃതം പേര് ഉണ്ടായിരുന്നില്ല ആദ്യം. അങ്ങനെ ചിന്തിച്ചുണ്ടാക്കിയ ഒരു പേരാണ് ദാരിദ്ര്യഹരിത എന്നുള്ളത്.